സംഭവം ഞാൻ അറിയുമ്പോൾ ഒരു 8 മണിക്കാണ് അറിയുന്നത്. ഞാൻ എൻ്റെ പൊതുപ്രവർത്തന ഭാഗമായി ഒരു 5 കിലോമീറ്റർ അകലെ നിൽക്കുമ്പോഴാണ് ഈ സംഭവം അറിയുന്നത്. എൻ്റെ വീട് തൊട്ടടുത്താണ്, എൻ്റെ കുടുംബ വീട് അവിടെയാണ്. അവിടെ നിന്ന് ഞാൻ ഇവിടെ വരുമ്പോൾ മണി 8 കഴിഞ്ഞു. അന്ന് തിരക്കുമ്പോൾ ഇവിടെ എല്ലാവരും മാധ്യമങ്ങളും പോലീസൊക്കെ കൊണ്ട് ബോഡിയെല്ലാം അവിടെ നിന്ന് കൊണ്ടുപോയതാണ്. അങ്ങനെ തിരക്കുമ്പോൾ പയ്യനെക്കുറിച്ച് അങ്ങനെ ഒരു നല്ല അഭിപ്രായമാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്. അപ്പം ഞാനും ഒരു 6 മാസം കൊണ്ട് തമ്മിൽ നമ്മൾ കാണാറില്ല. അപ്പോൾ പല തിരക്കിലായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് താഴെ കരുവുമ്പ ജംഗ്ഷനിൽ മറ്റേ ക്യാരംസ് കളിക്കാൻ അവിടെ വരുന്നുണ്ട്. പയ്യന്മാരുമായിട്ടൊക്കെ വരും, അയാദൃച്ഛികമായ ചില ദിവസങ്ങളിൽ വരും. അല്ലാതെ ഫുള്ള് ഇവിടെ അങ്ങനെ ആയിട്ട് ഒരുപാട് പയ്യന്മാരുമായിട്ട് ടച്ചില്ല. പിന്നെ ഇവിടെ വീട്ടിൽ ഉണ്ടെങ്കിൽ ഫുൾ ടൈം വീട്ടിലാണെങ്കിൽ മറ്റേ കൊച്ചനിയനുമായിട്ടൊക്കെ പുറത്ത് പോവുകയും ആഹാരം കഴിക്കാൻ പോകുന്നതൊക്കെ ഒരായിട്ടാണ്. ഞാൻ ഇന്നലെ ഇവിടെ ഒന്ന് നമ്മളെ മറ്റ് സുഹൃത്തുക്കൾ ചോദിച്ചപ്പോൾ ഇതെല്ലാം അറിയാമെന്നുള്ളവർ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ എല്ലാം നമ്മളെ പരിചയക്കാർ വേണ്ടപ്പെട്ടവരാണ്. ഇതും എൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാരാണ്. നമ്മളെ പലരും പല ഭാഗത്തായതുകൊണ്ട് ഡെയിലി ഞാൻ കയറി ഇറങ്ങിയുള്ള സഹകരണ ബന്ധമൊന്നുമില്ല. അവിടെ അത്യാവശ്യം വരും, സംസാരിക്കും, പോകും. ഈ പയ്യനായിട്ട് അങ്ങനെ നമ്മൾ വലിയ കൂറൊന്നുമില്ല. എങ്കിലും പുറത്ത് നല്ല ഇവിടെയെല്ലാം നല്ല നീറ്റ് ലൊക്കേഷനിൽ ആണ്. മറ്റ് പുറത്തുള്ള കാര്യങ്ങളിലാണ് നമുക്ക് സംശയം. ഇതെങ്ങനെ ഈ ഒരു സ്വന്തമായി എടുത്ത തീരുമാനമാണോ, മറ്റാരെങ്കിലും സപ്പോർട്ടുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. അപ്പം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പറയാൻ അങ്ങനെയൊന്നും വരാൻ സാധ്യതയില്ല. അപ്പം സ്വന്തമായി ചെയ്തു എന്നാണ് പോലീസിൻ്റെ റിപ്പോർട്ട് പറയുന്നത്. അതനുസരിച്ച് ഞങ്ങൾ തിരക്കുന്നതിനനുസരിച്ച് വേറെ ഇഷ്യൂസൊന്നും ഇല്ല. ഇത് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു ക്രൂരമായ ഒരു സംഭവം. രക്ഷകർത്താക്കളെയും കൂടപ്പുറപ്പുകളെയൊക്കെ പിന്നെ വിലയ്ക്ക് കൊല്ലുക എന്ന പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇത് ഭയങ്കരമായ ഒരു അത്ഭുതകരമായ സംഭവം. ആരും പല സംഭവം നമ്മൾ കാണുകയും കേൾക്കുകയും അത് ആ ഞെട്ടല് തീരുന്നപ്പോഴാണ് അടുത്ത ഞെട്ടല്. അത് നമുക്ക് വലിയൊരു ദുഃഖമുള്ള ഒരു ഇതാണ്. എല്ലാവരും നമ്മൾ ഈ നാട്ടിൽ സഹകരിച്ച് പ്രവർത്തിച്ചു പോകുന്നത്. രാഷ്ട്രീയമായിട്ട് ജാതി മതം ഒന്നും ഒരു ബന്ധങ്ങളില്ല, നല്ല ഐക്യതയായിട്ട് സഹകരിച്ച് പോകുന്ന ഒരു നാടാണ്. അപ്പോൾ അതിലൊരു സംഭവം നമുക്ക് നടക്കുമ്പോൾ അവിടെ ഇന്ന ആളൊന്നുമില്ല. അപ്പോൾ നമ്മൾ സഹകരിക്കുകയും പങ്കെടുക്കുകയും അതിന് വേണ്ട നമ്മൾ അത്രയും നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത്. അപ്പോൾ കൊച്ചിൻ്റെ അതിപ്പോൾ ഇന്നലെയൊക്കെ പറയുന്നത് ഇടക്കാലങ്ങളിലൊക്കെ ചെറിയ പ്രശ്നങ്ങൾ പുറത്തൊക്കെ ഉണ്ട് എന്നാണ് മറ്റ് പല ചില കൊച്ചു പയ്യന്മാരൊക്കെ പറയുന്നത്. ഞങ്ങളെ ശ്രദ്ധയിലൊന്നും അങ്ങനെ ഓവറായിട്ടൊന്നും കണ്ടിട്ടുമില്ല. നമ്മൾ അങ്ങനെയൊന്നും ഒരറിവുമില്ല. അങ്ങനെ മറ്റ് മയക്കുമരുന്നോ കള്ളിൻ്റെ അങ്ങനെയൊന്നും ഒരു കേസിൽ ഇഷ്യൂസ് ഒന്നും പോലീസ് കേസ് പോലും ഇതുവരെ അങ്ങനെ ആയിട്ടൊന്നും ഒരു റിപ്പോർട്ടൊന്നുമില്ല. അവൻ പറയുന്നത് ഇങ്ങനെ സാമ്പത്തിക ബാധ്യത, പക്ഷെ അവരെ പിതാവ് പറയുന്നു അങ്ങനെയെന്നുള്ള ചെറിയ ചെറിയ ബാധ്യതകളൊക്കെ ഉള്ളൂ. അത് പുള്ളിയായിട്ട് ചെയ്യും, അത് സാധാരണ രീതിയിലൊക്കെ ഉള്ളതേ ഉള്ളൂ. അത് ചുമതലയൊന്നും അവനെ ഏൽപ്പിച്ചിട്ടില്ല എന്നാണ് പുള്ളി നല്ല സൗദി അറേബ്യയിൽ നിന്ന് വിളിച്ചപ്പോൾ നമുക്ക് കിട്ടിയ റിപ്പോർട്ടൊക്കെ അങ്ങനെയാണ്. തിരക്കുമ്പോൾ അങ്ങനെ എല്ലാവരും പറയുന്നു. വീട് വയ്ക്കുമ്പോഴൊക്കെ ചെറിയ ചെറിയ ബാങ്ക് ലോണൊക്കെ സാധാരണ തീരേണ്ട കടങ്ങളെയൊക്കെ ഉള്ളൂ എന്ന് പറയുന്നത്. അതിൽ അധികമായ ഒരു ഭാരമില്ല എന്നാണ് പുള്ളിയുടെ ഏറ്റവും അടുത്ത ചെറിയ ബന്ധുക്കളുമായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്യുമ്പോൾ പറയുന്നത് അങ്ങനെയാണ്. ഇതെന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ അതൊരു അത്ഭുതകരമായിട്ടേ നമുക്കിത് കാണാൻ പറ്റും. കാരണം അങ്ങനെ ഒരു മൈൻഡിലല്ലായിരുന്നു. അങ്ങനെ ഒരു മൈൻഡുള്ള പയ്യനാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. എങ്കിലും നമുക്ക് അവർ വേറെ ഒരു പെറ്റി കേസ് വല്ല ചെറുക്കനില്ല. അപ്പം എങ്കിലും നമുക്കറിയാൻ പറ്റും. ഇപ്പം ഇത് അങ്ങനെ നോക്കുമ്പോൾ ഒരു ഗൂഢാലോചനയുടെ ഒരു പേരിലാണ് സ്വന്തമായി എടുത്തൊരു തീരുമാനമാണോ എന്നൊരു എല്ലാമേ സംശയമാണ്. അല്ല നമുക്ക് വേറെ ഒന്നുമില്ല. പേര് സുഹറ സലീം, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ. ഇപ്പോൾ ഇന്നലെ ഞങ്ങളിവിടെ സ്ഥലത്തില്ലായിരുന്നു. അപ്പോൾ 6 മണിക്കാണ് 6 മണിയോടുകൂടി ഞങ്ങൾ നാഗരൂഴി 6-6:15 സമയത്ത് നാഗരൂഴി എന്ന് പറയുന്ന ജംഗ്ഷനിൽ നിന്നപ്പോഴാണ് ഇവിടെ നിന്നൊരു കോള് വരുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു വിഷയമുണ്ട്. അവിടുത്തെ മൂത്ത മകൻ ഉമ്മയ്ക്കും ഇളയ പയ്യനും എന്തോ വിഷം കൊടുത്തിട്ട് അകത്ത് കിടന്ന് പിടയ്ക്കുന്നു. അവിടെ വീട് പൂട്ടിയേക്കുന്നു. പോലീസും ആളുമായിട്ടൊക്കെ നിൽക്കുന്നു. നിങ്ങൾ ഇവിടെ വീട്ടിൽ ഇല്ലേ, പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് വിളിച്ചപ്പോഴാണ് ഞങ്ങളിവിടെ പെട്ടെന്ന് വരുന്ന സമയത്ത് ഈ ഉമ്മായ ആംബുലൻസിൽ കയറ്റിക്കൊണ്ടുപോയി. അതായത് പ്രതിയുടെ ഉമ്മായ കൊണ്ടുപോയി കഴിഞ്ഞു. മറ്റ് 2 പേരെയും വണ്ടിയിൽ കയറ്റുന്നതിന് വേണ്ടി ആംബുലൻസും ആളും ആയിട്ടൊക്കെ ഇവിടെ കിടക്കുന്ന സമയത്താണ് ഞങ്ങൾ വന്നെത്തിയത്. അപ്പോൾ വണ്ടിയിലെടുത്ത് കയറ്റുന്നതേ ഞങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഇളയ അഹ്സാൻ എന്ന് പറയുന്ന മോനെ വണ്ടിയിൽ കയറ്റുന്ന സമയത്ത് അനക്കമൊന്നും ഉണ്ടായിരുന്നില്ല. മറ്റ് ആ പെൺകുട്ടിയെ കയറ്റിയപ്പോഴും അനക്കം ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ പെൺകുട്ടി ഉണ്ടെന്ന് പറഞ്ഞപ്പോഴും എല്ലാവർക്കും അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇവിടെ 2 ആൺകുട്ടികൾ മാത്രം ആ ഉമ്മായും ഉള്ള ഒരു വീടാണ്. അപ്പോൾ ഒരു പെൺകുട്ടി ഇവിടെ ഇല്ല. ഈ വീട്ടിലൊരു പെൺകുട്ടി ഇല്ല. അതല്ലെന്ന് പറഞ്ഞില്ല, ഉറപ്പിച്ചവൻ പറഞ്ഞു. ഒരു പെൺകുട്ടിയും വരുത്തിയിട്ടാണ് വന്നതെന്ന് പറഞ്ഞ്, അതുകൊണ്ട് ഇവിടെ ഉണ്ടെന്ന് പോലീസുകാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒന്നുകൂടെ പരിശോധിച്ച് മുകളിൽ കയറിയപ്പോൾ അവിടെ കസേരയിൽ ഇങ്ങനെ മരിച്ചിരിക്കുന്നത് കണ്ടത്. അതും നെറ്റിയിൽ ഞാൻ ഇന്ന് പോയി ബോഡി ഗോകുലത്തിൽ പോയി കണ്ടു. അപ്പോഴും നെറ്റിയിലും ആഴത്തിലുള്ള മുറിവാണ്. കവിളിലും നെറ്റിയിലും മുഖത്തും ഒക്കെ കാണാൻ പറ്റാത്ത വിധം അത്ര ക്രൂരമായിട്ടുള്ള
ഇതാണ് കണ്ടത്. ഉമ്മയെ ഞാൻ കണ്ടു. ഉമ്മയുടെയും തലയ്ക്കാണ് പരിക്ക്. ഡോക്ടർ പറഞ്ഞു ചെറിയൊരു ഇടിങ്ങുണ്ട്, പക്ഷെ ആളറിയാൻ വയ്യാത്ത വിധം നീര് വന്ന് മുഖം ഇതായി കണക്കെയാണ്. മോനെ ചോദിക്കുന്നുണ്ട്, മരിച്ച മോനെ ചോദിക്കുന്നു, എൻ്റെ മോനെ കൊണ്ട് കാണിച്ചതാന്ന് പറയുന്നുണ്ട്. നമ്മളെല്ലാവരും ഉണ്ട്, മോൻ നമ്മളടുത്തുണ്ട്, ഇവിടെ ഉണ്ട്, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. കണ്ണ് നിറയുന്നുണ്ട്, കണ്ണൊക്കെ ചുവന്ന് മുഖമൊക്കെ നല്ല നീരായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ പറ്റൂ. ഇനി ഇതിന് കൂടുതൽ എന്തെങ്കിലും ഫിക്സ് വരെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവുന്നെങ്കിൽ മാത്രമേ എന്തായാലും, അല്ലെങ്കിൽ 24 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്.